കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പ് കാലത്ത് അധികമായ ലൈവുകളിലൂടെ ഒന്നും വരാനായിട്ട് സാധിച്ചില്ല. ഏറെ തിരക്കുകൾ ഈ കാനഡയിലെ വിവിധ സ്ഥലങ്ങളിലൂടെയുള്ള ധ്യാനവും ശുശ്രൂഷയും സ്പിരിച്വൽ ഷെയറിങ്ങും ഒക്കെയായി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ലൈവ് ശുശ്രൂഷയിൽ വരാനൊന്നും പറ്റിയില്ല. പക്ഷെ എല്ലാവർക്കും വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 2 മാസക്കാലം അടുപ്പിച്ച് എല്ലാ ദിവസവും ലൈവ് ശുശ്രൂഷയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണെന്ന് ഇനി ദിവസങ്ങളിലൊക്കെ തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ലൈവ് ചെയ്യണം. അനേക ജീവിതങ്ങളെ ഈശോ തൊട്ടിട്ടുണ്ട്, ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. അനേകം ജീവിതങ്ങൾക്ക് ഈശോ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഒത്തിരി പേര് സങ്കടങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ ആയിട്ട് കരയുന്നത്, ഭാരപ്പെടുന്നതൊക്കെ കാണുകയാണ്. മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളുടെ ഓർമ്മകളും ജീവിത സങ്കടങ്ങളൊക്കെ മനസ്സിലോട്ട് വന്നപ്പോൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ കാനഡയിലെ സസ്കറ്റൂൺ പ്രോവിൻസിലാണ്. ഇവിടെ ധ്യാന ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടുത്തെ പള്ളിയിൽ ഇന്ന് വൈകിട്ട് ധ്യാനം ആരംഭിക്കും. 3 ദിവസത്തെ ധ്യാനമുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. നമ്മുടെ കർത്താവ് തന്ന ഒരു വചനം ഇന്ന് അനേക പേരുടെ വേദനകളും മനസ്സിലേക്ക് എടുത്തു വെച്ച ഈശോ എനിക്ക് തന്ന വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 14, 15, 16 വചനങ്ങളാണ്. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയ സ്നേഹം നമുക്ക് ഓർക്കാം. എത്രയോ ജീവിതങ്ങൾ മനസ്സ് തകർന്ന് കരഞ്ഞ് ഭാരപ്പെടുന്നു. രോഗത്തിൻ്റെ കരാള കഷ്ടങ്ങളിൽ പെട്ടിരിക്കുന്നവർ, ജീവിതത്തിലൊരു പ്രതീക്ഷയില്ലാത്തവർ, എല്ലാവരെയും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ സിയോനെ പോലെ ചിലപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചിന്തിക്കുകയാണ്, കർത്താവിനെ മറന്നോ, കർത്താവിനെ മറന്നു കളഞ്ഞോ, എൻ്റെ ഈശോയ്ക്ക് എന്നോട് താല്പര്യമില്ലേ? കർത്താവ് പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ സമയത്ത് അനേക രോഗികൾ, ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്ന അനേകം വ്യക്തികളെ നമ്മളിന്ന് പ്രത്യേകം ഓർക്കുകയാണ്. ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്റർ എന്നെ ഈശോ അങ്ങോട്ട് ഈശോയുടെ അടുക്കലോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് താങ്ങാനായിട്ട് എനിക്ക് പറ്റില്ല, എന്നെ ഇനിയും പരീക്ഷിക്കരുതേ എന്ന് ഈശോയോട് പറയണം. കാരണം അത്രമാത്രം ഞാൻ തകർന്നു കഴിഞ്ഞു, എൻ്റെ വിശ്വാസം പോലും കൈവിട്ടു പോകുമോ എന്ന് ചോദിക്കുന്ന, അതേ ജീവിതത്തിൽ ഒത്തിരി ഭാരപ്പെടുന്ന ജീവിതങ്ങളെല്ലാം നമ്മൾ ഈശോയുടെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ. എന്നോടൊപ്പം ലൈവിലുള്ള എല്ലാ മക്കളും അനേകമായ മാനസിക വ്യഥ അനുഭവിക്കുന്ന, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഇന്നലെ ഒരു മകൻ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ എൻ്റെ ജീവിതം കിടപ്പാടം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു, വക്കീലുമാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്കൊരു വഴി മുമ്പിലില്ലെന്ന് പറഞ്ഞ് ആ മകൻ കരയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവരുടെയൊക്കെ കണ്ണുനീരുകളുടെ മുമ്പിൽ, ഇവരുടെയൊക്കെ വേദനകളുടെ മുൻപിൽ ഈശോ പറയുകയാണ്, ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഞാൻ നിന്നെ കാണുന്നുണ്ട്, ഞാൻ നിൻ്റെ വേദനകൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഈശോ നമ്മോട് പറയുന്നു. ഒരു പക്ഷേ നമ്മളൊക്കെ പറഞ്ഞാലും ആശ്വാസം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈശോ അവരുടെ അടുത്ത് ചെന്ന് അവർക്കൊക്കെ വലിയ ആശ്വാസം കിട്ടും. നമുക്കൊക്കെ ഒരു നിമിഷം ഇതുപോലെ ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, ആരോരുമില്ലാത്ത, ജീവിതം മുഴുവൻ തകർന്നു പോയ എല്ലാ ജീവിതങ്ങളും ഈശോയ്ക്ക് കൊടുക്കുകയാണ്. രോഗത്തിൻ്റെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ, കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചകൾ, അങ്ങനെ അനേകം വേദനകൾ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈശോയുടെ ആൾത്താരയ്ക്ക് മുമ്പിലേക്ക് വെച്ച് ഒരു നിമിഷം ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, നിന്നെ ഒരു ഹൃദയത്തോടെ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഇപ്പോൾ ഈ ലൈവിലേക്ക് വരുന്ന എല്ലാ മക്കളും നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിക്കൊള്ളുക. നമ്മൾ ഈ സമയത്ത് ഈശോയുടെ പക്കലേക്ക് അവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഓരോരുത്തരും ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ്. ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണം, ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണേ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈശോയുടെ മുമ്പിലിരുന്ന് നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഏറ്റെടുത്തിട്ടുണ്ട്. കർത്താവ് നമ്മളെ കൈവിടില്ലെന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് ശ്രേയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിമ്മി റോയെ, പ്രത്യേകമായിട്ട് റിയാറ്റി വർഗീസിന് ഈ സമയം ഞാൻ ഓർക്കുന്ന കർത്താവെ,
ഉള്ളതെല്ലാം വിറ്റുപിറക്കി ഏജൻസിക്ക് കൊടുത്ത് ഇതുവരെ COS കിട്ടാത്ത ആ മകളുടെ ജീവിതത്തിൻ്റെ വലിയ വേദനയെ സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവെ, ജോസി മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബാബു ജോർജിനെ സമർപ്പിക്കുന്നു. ആശാ സിബിയെ സമർപ്പിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. നന്ദി പറയുന്നു കർത്താവെ. ആരാധിക്കുന്നു കർത്താവെ. കെസ് തോമസിനെ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. സൗമ്യ സിനോയെ സമർപ്പിക്കുന്നു. ജോയി ജോസഫിനെ ഈശോയെ. എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ വലിയ ഇടപെടൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ കടബാധ്യതയിലായിരിക്കുന്നവർ, ജീവിത പ്രതിസന്ധിയിലായിരിക്കുന്നവർ, കർത്താവെ, എങ്ങും എത്താത്തവരെ, മക്കളില്ലാത്ത ദമ്പതികളെ ഈശോയെ, ഓരോരുത്തരെയും കണ്ണുനീരുകളെ നിന്റെ മക്കളിലേക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ. ഷൈൻ ജേക്കബിനെ സമർപ്പിക്കുന്ന കർത്താവെ. മഞ്ജു കുര്യാക്കോസിനെ സമർപ്പിക്കുന്ന കർത്താവെ. ബിൻസി ഷോജിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. പീറ്റർ വർഗീസിനെ കർത്താവെ. ജിമിയ ജോർജിനെ അവരുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഈശോയെ. ജിജി ബിജുവിനെ സമർപ്പിച്ചു. ഈ സമയത്ത് ജിജി സഞ്ജുവിനെ സമർപ്പിക്കുന്നു ഈശോയെ. ആ മകൾക്കൊരു ഇന്റേൺഷിപ്പ് കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകമായിട്ട് അഞ്ജുവിനെയും ഫിജോയെ സമർപ്പിക്കുന്നു. വലിയ കടബാധ്യത ഈശോയെ. എല്ലാം തകർന്നു നിൽക്കുന്നവർക്കൊരു വഴി കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജോബിൻ പെരേരയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണം ഈശോയെ. കർത്താവെ, +2 SSLC GCSE A ലെവൽ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവെ, ബൾഗേറിയയിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളെ സമയത്ത് ഹന്നയെ പ്രത്യേക ഓർക്കുന്നു ഈശോയെ. ജവാനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഷീന ഷിബുവിനെ സമർപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാം ബുദ്ധിമുട്ടുകൾ, വേദനകൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് ഈശോയോട് ചേർന്ന് ആരാധിക്കുകയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയ കരുണ നമ്മളോടൊപ്പമുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയും. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ അവഗണിക്കില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കൽ രേഖപ്പെടുത്തിയിരിക്കും. ഇവർക്കെല്ലാം ഈശോയുടെ വലിയൊരു സാന്നിധ്യം കിട്ടാൻ, ഈശോയുടെ വലിയൊരു കൃപ കിട്ടാൻ ഈശോയെ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് ചേർന്ന് നമുക്ക് ഈശോയെ ഒന്ന് പാടി ആരാധിക്കാം. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം, നമ്മുടെ സർവ്വശക്തൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ കാണുന്നവൻ, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവ് യേശുവേ. ജോൺസൺ ജോസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ. ബാബു പൗലോസിനെ സമർപ്പിക്കുന്ന കർത്താവേ. സന്തോഷ് തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കരുണയായിരിക്കണം ഈശോയെ. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. എല്ലാ മക്കളുടെ കർത്താവ്. CBSE എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്ന കർത്താവെ. റനോയി KJ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട്, ഭയപ്പെടില്ല, ഈശോട് പറയാം. ദൈവശക്തി എന്നിലുണ്ട്, ഭയപ്പെടില്ല. എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം ഈശോ. എല്ലാ കുടുംബങ്ങളിലേക്ക്, എല്ലാ കുഞ്ഞുങ്ങളിലേക്ക് ഈശോ നിറയട്ടെ. ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ. ഞങ്ങളെ നിറയണമേ ഈശോയെ. ആശ്വാസം കൊടുക്കണേ അപ്പാ. രോഗികളെ സുഖപ്പെടുത്തണേ അപ്പാ. പരിശുദ്ധരൂപായേ ശക്തിയെ സഹായക ഈശോയെ. ശോഭനിക്കൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണേ അപ്പാ. ഡോണ അനൂപിനെ സമർപ്പിക്കുന്ന കർത്താവെ. സുജീഷ് സുരേന്ദ്രനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബിനു തോമസിനെ, ജോജി കുര്യാക്കോസിനെ സമർപ്പിക്കുന്നു ഈശോയെ. എല്ലാ മക്കളുടെയും വേദനകൾ, എല്ലാ മക്കളുടെയും കണ്ണുനീരുകൾ എൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് വെച്ച് പ്രാർത്ഥിക്കും കർത്താവെ. ഇവർക്കൊക്കെ ആശ്വാസം കൊടുക്കണം ഈശോയെ. നിന്റെ വലിയ ശക്തി അവരിലേക്ക് എല്ലാം വെളിപ്പെടട്ടെ ഈശോയെ. ചോദിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഈശോയെ. അഭിഷേകമായി നിറഞ്ഞിടട്ടെ ഈശോയെ. അനുഗ്രഹിക്കണം ഈശോയെ. ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ നടുവിൽ, ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി കർത്താവേ. കരുണയാകണേ. ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി യേശുവേ. വാഗ്ദാനമേ പരിശുദ്ധരൂഹായേ. ഉന്നതശക്തിയെ സഹായം ഞങ്ങളെ നിറയണമേ യേശുവേ. ഈശോയെ കരുണയാകണേ അപ്പാ. ബാബു ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവേ. ആൽബർട്ട് പൗലോസിനെ സമർപ്പിക്കുന്ന കർത്താവേ. ലിനിമോൾ വർഗീസിനെ സമർപ്പിക്കും. നീഷോ ഐസക്കിനെ സമർപ്പിക്കും. ബെറ്റി ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കും ഈശോയെ. അഭിഷേകമായി നിറഞ്ഞിടട്ടെ. യൗസേപ്പിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ.
അശുദ്ധിതൻ നടുവിൽ തിന്മതൻ നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി. പരിശുദ്ധാത്മാവേ, തിന്മതൻ നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി. എല്ലാ മക്കളെ സമർപ്പിക്കുന്ന പരിശുദ്ധ റൂഹായേ, ശക്തിയെ സഹായക ഞങ്ങളിൽ നിറയണമേ. ഈശോയെ, ജോലി കിട്ടാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ജോലിയില്ലാത്ത മക്കള്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, കർത്താവെ എല്ലാ മക്കളെയും ജോലി തടസ്സങ്ങൾ എടുത്തു മാറ്റണേ അപ്പ. വിദേശങ്ങളിലേക്ക് കടന്നു വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ജോലിയില്ലാത്തവർ, കർത്താവെ എല്ലാ മക്കൾക്കും ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവെ. ഈശോയെ, ഓരോ മക്കളുടെയും കണ്ണുനീരുകളെ ഏറ്റെടുക്കണേ ഈശോയെ, കരുണയാകണേ ഈശോയെ. കർത്താവെ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ, എലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. മുകളിൽ അഗ്നിയായിറങ്ങിയ ആത്മശക്തി. കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, കാർമലിൻ മുകളിൽ അഗ്നിയായിറങ്ങിയ ആത്മശക്തി. വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ശക്തിയെ സഹായക ഞങ്ങളിൽ നിറയണമേ. കർത്താവെ, സ്ഥലം വിൽക്കാണ്ടിരിക്കുന്ന മക്കള്, ഭവനം വിൽക്കാണ്ടിരിക്കുന്ന മക്കള്, ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന മക്കള്, ഈശോയെ, ജയാ തങ്കച്ചനെ സമർപ്പിക്കുന്ന കർത്താവെ, ഷാലുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ദീപ ജിനുവിനെ സമർപ്പിക്കുന്ന കർത്താവെ, ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുന്നിൽ സ്വർഗ്ഗത്തെ ദർശിച്ച ആത്മശക്തി. കർത്താവേ, കരുണയാകണേ മരണത്തിൻ മുന്നിൽ നീലുണ്ട് ദൈവ പൈതൽ, ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. കൂടെയുണ്ട് ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. നാഥന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. കരുണയാകണേ കർത്താവേ, കരുണയാകണേ കർത്താവേ. എല്ലാ മക്കളെ ഏറ്റെടുക്കണേ ഈശോയെ, എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ അപ്പാ. എല്ലാ കണ്ണുനീരുകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. എല്ലാ മക്കളെ ഈശോ തൊരട്ടെ. ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ, ഈശോയുടെ ശക്തി നിറയട്ടെ, ഈശോയുടെ ശക്തി നിറയട്ടെ, ഈശോയുടെ ശക്തി നിറയട്ടെ. യേശുവേ, റെജി ബെന്നിയെ സമർപ്പിക്കുന്നപ്പ, ബിനു തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, തോമസ് ചാക്കോയെ സമർപ്പിക്കുന്ന കർത്താവേ, തോമസ് ഫിലിപ്പിനെ സമർപ്പിക്കുന്നപ്പ കർത്താവേ, ജിൻസ്മോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജിംസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരുണയാകണേ ഈശോയെ. എല്ലാ മക്കളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ, ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ, ഈശോയുടെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുനോജി വി അബ്രഹാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നെബു ബാബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആൽഫി ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈശോയെ. ഇന്ന് ഈ മക്കളുടെ മേൽ ഈശോയുടെ കൃപ നിറയട്ടെ കർത്താവേ. ബാബു രാജനെ സമർപ്പിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ അപ്പ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണയാകണേ ഈശോയെ, കരുണയാകണേ ഈശോയെ, കരുണയാകണേ അപ്പ. ലോകം മുഴുവനിലേക്ക് ഈശോയുടെ ശക്തി നിറയട്ടെ, ഈശോയുടെ കരുതൽ നിറയട്ടെ കർത്താവേ. കരുണയാകണേ അപ്പ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സിന്ധുവിനെ സമർപ്പിക്കുന്നു, ദീന സക്കറിയായെ സമർപ്പിക്കുന്നു കർത്താവെ, ജോസഫ് ടോണിയെ സമർപ്പിക്കുന്നു കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളിലേക്കും കൃപ നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ ലിനി മോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈശോയെ. സിജോ മോനെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയാകണേ ഈശോയെ, കരുണയാകണേ. വലിയ അനുഗ്രഹങ്ങൾ ഈശോയെ ഓരോ മക്കളിലേക്കും നിറയട്ടെ. അലേറ്റിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എക്സാം എഴുതുന്ന മക്കൾ, പഠിക്കാൻ പറ്റിയാത്ത മക്കൾ ഈശോയെ. റേബി ഫോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും ഈശോയെ. ഇടപെടണേ ഈശോയെ, കുടുംബങ്ങളിലേക്ക് ഇറയട്ടെ ഈശോയെ. കരുണയാകണേ അപ്പ. എമിലി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ, സ്മിത ഫെലിക്സിനെ സമർപ്പിക്കുന്നു, ജൂലി ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ യേശുവേ, ആരാധന, ആരാധന കർത്താവേ. കരുണയാകണം ഓരോ മക്കളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ.
ഓരോ മക്കളിലും ഈശോയുടെ സാന്നിധ്യം നിറയട്ടെ. ഈശോ തൊരട്ടെ, ഈശോ ആശ്വസിപ്പിക്കും. ഈശോ എല്ലാവരുടെയും കണ്ണുനീര് ഏറ്റെടുക്കട്ടെ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ പറയുകയാണ്, ഒത്തിരി പേരുടെ കണ്ണുനീരുകളെ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരികയാണ്. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് നിറയുന്ന, കരയുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടാകുന്നത്. ഒത്തിരി പേരുടെ വേദനകൾ ഈശോയെ എല്ലാവരും ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും വേദനകളെ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാം. അനേകം മക്കൾ വലിയ തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടെ, ഈ നോമ്പ് കാലത്ത് ഞാൻ കേട്ട പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഒത്തിരി കണ്ണുനീരുകളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ്. ഈശോയെ ഒത്തിരി പേര് നമ്മൾ ഈ വിമല ഹൃദയത്തിന് 33 ദിവസത്തിൻ്റെ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ഈശോ കൊടുത്തു, ജോലി കൊടുത്തു, ലൈസൻസ് കൊടുത്തു. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഈ ദിവസങ്ങളിലൊക്കെ ഇടുന്നുണ്ട്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മൾ ലോകം മുഴുവൻ പോകാനൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഈ കാനഡയിൽ വന്ന് വചന ശുശ്രൂഷയിൽ, ഞാൻ ലണ്ടനിൽ ധ്യാന ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്നിട്ട്, സിസ്റ്റർ ലൈവിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, എന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഇന്ന സമയത്ത് കുഞ്ഞാവേ കിട്ടുമെന്ന്. ഇങ്ങനെ എത്ര പേരെ എൻ്റെ മുമ്പിൽ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓർക്കുവാണ്, നമ്മൾ ആരും ഒന്നുമല്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല, ആർക്കും വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ വിശുദ്ധ ആൾത്താരുടെ മുൻപിൽ ഇവരുടെയൊക്കെ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഓരോ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇന്ന് നമ്മുടെ ഈശോ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് തോമസ് ചേട്ടനെ പ്രത്യേക ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുന്നു. തോമസ് ചേട്ടൻ്റെ നിയോഗങ്ങളെ ഈശോയെ ആരോഗ്യത്തെ ഏറ്റെടുക്കണേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും. ഈശോ വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണ സൗഖ്യം കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെയൊക്കെ പരിചയത്തിലുള്ള എല്ലാ രോഗികളെ, ഇന്നലെ ഒരാൾ പറഞ്ഞ് 8 വയസ്സുള്ള ഒരു കുഞ്ഞുവാവയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്. ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നൊരു കൊച്ചാണ്. നമുക്ക് അവരുടെയൊക്കെ ആ കുടുംബത്തിൻ്റെയൊക്കെ വേദനകൾ ആൻറ്റോയെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ക്രിസ്മോനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ക്യാൻസർ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുകയാണ്. ഈശോയെ ജോലി കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഈശോയെ അലനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈശോയെ നിന്റെ തിരുമുമ്പിൽ ഓരോരുത്തരെ ഏൽപ്പിച്ച് തരികയാണ്. ടിജോസി കുരുവിളയെ സമർപ്പിക്കുന്നു, ജോയ്സ് മോളെ സമർപ്പിക്കുന്നു. കർത്താവെ റെയ്നി ഷിബുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ വലിയ കരുണ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ടാവട്ടെ. ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പ്രത്യേകമായിട്ട് രോഗികളെല്ലാം ഈശോ സുഖപ്പെടുത്താൻ പ്രാർത്ഥിക്കാം. ഞരമ്പിന് വലിയ ബുദ്ധിമുട്ടുള്ള ജീവിതങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. കർത്താവെ കരുണയായിരിക്കണേ. ലിസി വിൻസെൻ്റ് അനൂപിൻ്റെ അമ്മയ്ക്ക് അത്ഭുത രോഗശാന്തി കർത്താവ് കൊടുത്തു. നമുക്ക് നന്ദി പറയാം. ലിസി ജിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ വലിയ കരുണ എല്ലാ മക്കളിലേക്കും ചൊരിയപ്പെടട്ടെ. ഈശോ നമ്മുടെ കൂടെ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ ഈ മക്കളുടെയൊക്കെ വേദനകൾ ഈശോയുടെ കരങ്ങളിലോട്ട് വെക്കുമ്പം കർത്താവ് എന്നോട് പറയുകയാണ്, നമുക്കറിയാം വലിയ തകർച്ചയിലാണ് എത്രയോ നിങ്ങളുടെയൊക്കെ ചുറ്റുപാടുകളുണ്ട്. ചില മക്കളിന് ജോലിയില്ല. ഇന്നലെ ഒരു പെങ്കൊച്ച് പാവം, അത് നാട്ടിൽ നിന്ന് 25 ലക്ഷം രൂപ കടമെടുത്താണ് UK വന്നത്. പക്ഷേ UK വന്നെങ്കിലും ആ കൊച്ച് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കെയർ ഹോമിൽ ജോലി കിട്ടി. 2 മാസം കഴിഞ്ഞ് അവരതിനെ ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ അതൊത്തിരി സങ്കടത്തോടെ എന്നാൽ അതെന്നോട് പറയുകയാണ്, സിസ്റ്റർ എനിക്കിനി ഒരു ഓപ്ഷൻ ഇല്ല. തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്തു പറയും, നാട്ടുകാരോട് എന്തു പറയും? ഹോം ഓഫീസിൽ നിന്ന് ലെറ്റർ വന്നിരിക്കുകയാണ് 60 ദിവസത്തിനുള്ളിൽ നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന്. എനിക്കൊരു ജോലി കിട്ടാൻ സിസ്റ്റർ എനിക്ക് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. പാവം 24 വയസ്സുകാരി പെങ്കൊച്ചിൻ്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ മുമ്പിൽ അവളൊക്കെ വലിയൊരു തീക്കുണ്ടത്തിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഈശോ ഇവരെല്ലാം നമുക്ക് ഈശോയുടെ കാര്യങ്ങളോട് കൊടുക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോരുത്തരെയും ഈശോയെ ജിനി സുനിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ലിസി ജിജോയുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് കർത്താവിൻ്റെ വലിയ കരുണ എല്ലാ മക്കളും നിറയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥന ഈ നോമ്പ് കാലത്ത് ചൊല്ലണമെന്ന്. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ ടൈം ടേബിളും തിരക്കും എല്ലാം വന്നപ്പോൾ എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. എന്നാലും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ആ വലിയ സ്നേഹം, ആ വലിയ കരുതൽ എല്ലാം നമുക്ക് ഓർക്കാം. ഈശോയുടെ തിരുമുഖത്തേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ വലിയ ആശ്വാസം, വേദനയേക്കുന്ന വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന ഈശോയുടെ തിരുമുഖം നമുക്കൊന്ന് ധ്യാനിക്കാം. ഈശോയുടെ ആ തിരുമുഖത്തിൻ്റെ വലിയ സാന്നിധ്യം ഒക്കെ നമുക്ക് കിട്ടട്ടെ. ഈശോയെ, ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പം കർത്താവെ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ ഏറ്റെടുക്കണം. പ്രത്യേകമായിട്ട് രോഗികളായ മക്കളെ നമ്മൾ ഈശോയ്ക്ക് ഒന്ന് കൊടുക്കുകയാണ്. ബിസിനസ് തകർന്നു പോയവർ,
രോഗികളായിട്ടുള്ളവർ, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തവർ, പല വിധത്തിൽ രോഗപീഠകളിലൂടെയാണ് കടന്നത്. ഇവിടെ മക്കളെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് ഷെയർ ചെയ്താൽ മറ്റുള്ളവർ കൂടി പങ്കെടുക്കാനായിട്ട് പറ്റും. ഈശോയെ സാബു കുഞ്ഞുവിനെ സമർപ്പിക്കുന്നു, സിജു ജോസഫിന്, മഞ്ജു മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളെയും തിരുമുൻപിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവെ. എല്ലാ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണേ അപ്പ. നിന്റെ തിരുരക്തം കൊണ്ട് എല്ലാ മക്കളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കും ഈശോയെ. എല്ലാവരെയും ഏറ്റെടുക്കണം ഈശോയെ. മക്കളെ ഓർത്ത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. മോന് ഒരു ബുദ്ധിസ്റ്റ് ഗേളുമായി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്, ഒറ്റ മോനുള്ള ആണും പെണ്ണുമായിട്ട്. അപ്പോൾ ഒരു അമ്മയ്ക്ക് അത് താങ്ങാനായിട്ട് പറ്റുന്നില്ല. മോൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അമ്മയുടെ വലിയൊരു വേദനയുടെ മുൻപിലേക്ക് നമുക്ക് ആ കുടുംബത്തെ സമർപ്പിക്കാം. ഈശോയ്ക്കല്ലാതെ ആർക്കും ആ കുടുംബത്തിൻ്റെ ആ ഒരു വലിയ വേദനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. നമുക്ക് സമർപ്പിക്കാം. ലിനിമോളുടെ കുഞ്ഞിന് വലിയ 1.5 വയസ്സേ ഉള്ളൂ. കുഞ്ഞിന് വയറിളക്കമാണ്. 20 ടൈമിൽ കൂടുതലായിട്ട് കൊച്ച് വയറ്റിൽ നിന്ന് പോയി. അങ്ങനെ 4 ദിവസമായി, അതുകൊണ്ട് കുറയുന്നില്ല. ഈ സമയം നമ്മൾ ആ കൊച്ചിനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ആ കുഞ്ഞിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ആൻ്റോടെ കുഞ്ഞിനെ നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുവാവ ഉണ്ടായിട്ട് 3 ദിവസമായിട്ടുള്ളൂ. ലങ്സിൽ വെള്ളം കെട്ടി ഹോസ്പിറ്റൽ ICUവിലാണ്. നമുക്ക് സമർപ്പിക്കാം. ഈശോയെ കരുണയായിരിക്കണേ അപ്പ. ഈശോയെ, ഹന്നമോളെ ഈ സമയം ഓർക്കുന്നു കർത്താവെ. സുമയുടെ കുഞ്ഞിനെ അവിടുന്ന് പരിപൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കൊടുക്കണേ അപ്പ. ലിയ VIയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ മക്കളെ അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണേ. രോഗത്തിൻ്റെ മേൽ ആധിപത്യമുള്ള കർത്താവെ, വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തുന്ന എൻ്റെ കർത്താവെ, എല്ലാ മക്കളെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും നമ്മൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുക. ഈശോയുടെ വലിയ കാരുണ്യവും ഈശോയുടെ വലിയ കരുതലും ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ ശക്തിയും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണമൊക്കെ ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. യേശുവേ, എന്നെയും എനിക്കുള്ളവയെയും എന്നെ ഏൽപ്പിക്കുന്നവരെയും അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്യണമേ കർത്താവേ. ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത, ഭാവന, ഓർമ്മ, കൽപ്പന, ഇച്ഛാശക്തി ഇവയെല്ലാം അവിടുത്തെ രക്തത്താൽ ഓരോ നിമിഷവും കഴുകി ശുദ്ധീകരിക്കണേ. ഞങ്ങളുടെ കുടുംബത്തെ ശുദ്ധീകരിക്കണേ അപ്പ. ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം ഈശോയെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഈശോയെ നീ ഏറ്റെടുക്കണം ഈശോയെ. കർത്താവെ, ഓരോ മക്കൾ ജോലിയിൽ കഷ്ടപ്പെടുന്നു ഈശോയെ. പുതിയ ജോലി പ്രവേശിച്ചിട്ട് സ്ഥിരതയില്ലാത്ത മക്കൾ ഈശോയെ കരുണയാകണേ അപ്പ. കർത്താവെ, തോമസ് ചാക്കോയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ബൈബിൾ ക്ലാസ്സിനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലിനിമോളുടെ മാർച്ച് 23 എക്സാമിനെ സമർപ്പിക്കുന്നു. ഈ സമയത്ത് IELTS, OET, CBT, OSCE, CGFNS, NCLEX എക്സാം എഴുതുന്ന എല്ലാ മക്കളെ ഈ സമയം സമർപ്പിക്കുകയാണ് കർത്താവെ. അവിടുന്ന് വലിയ ഒരു വിജയം കൊടുത്ത് അനുഗ്രഹിക്കണം. അതേ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് OETക്ക് ഒരു സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവർ, ഇത് പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് OET പരീക്ഷ എഴുതുകയാണ്. ഭയങ്കര പേടിയായിരുന്നു. പരീക്ഷ എഴുതി എല്ലാത്തിനും B+ കിട്ടി. അവർ വലിയ അത്ഭുതമായിട്ടൊരു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയാം. ഒറ്റ പ്രാവശ്യം എഴുതിയോട് ഭയങ്കര പേടിയായിരുന്നു. പല പ്രാവശ്യം മാറ്റിവെച്ചു. കർത്താവ് ആ മകൾക്ക് വലിയ വിജയം കൊടുത്തിട്ടുണ്ട്. OET, OSCE പാസ്സായി ഒരു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അവർക്കെല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ സമയത്ത് എല്ലാവരെയും പ്രത്യേകമായിട്ട് പരീക്ഷ എഴുതുന്ന ഓരോ കുടുംബങ്ങളെ നമ്മൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് PR വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന കാനഡയിലെ ഓരോ മക്കളെയും, പ്രത്യേക സ്റ്റുഡൻസ് ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. പാർട്ട് ടൈം ജോലി കിട്ടാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഓരോ കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ്. കർത്താവെ, ഒത്തിരി മക്കൾ തകർച്ചയിലാണ് ഈശോയെ. നീ ഒന്ന് തിരിഞ്ഞ് അവരുടെ നേരെ നോക്കണം ഈശോയെ. അവരൊക്കെ നിന്റെ പുറകെ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. കാനാങ്കാരി പുറകെ വന്നതുപോലെ അനേകം മക്കൾ ഈശോയെ നിന്റെ കാലിൽ വീണ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ ഈശോയെ കൺമുമ്പിലുണ്ട്. കർത്താവെ, അവരെ ആരെയും തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ അപ്പ. ഓരോരുത്തരെ ഏറ്റെടുക്കണേ ഈശോയെ. ഓരോ മക്കളെ ഏറ്റെടുക്കണേ കർത്താവ്. പ്രത്യേകമായിട്ട് അൻസ് ചേച്ചിയും വില്ലിയേട്ടനെയും കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. ലിഷിയെ, റിജോയെയും കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ. സുബിച്ചേട്ടനെ, സാലി ചേച്ചിയും കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. മക്കളുടെ പരീക്ഷകളെ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോയെ, പ്രത്യേകമായിട്ട് ബെറ്റി ചേച്ചി, ലാലിയേട്ടനെ, മക്കളെ 3 പേരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ.
പ്രാർത്ഥന ചോദിച്ചുകൊണ്ടവരെ മാത്തച്ഛനെ, മനോജനെ, തോമസേട്ടനെ പ്രത്യേകം സമർപ്പിക്കണം. ആരോഗ്യ അവസ്ഥ ഏറ്റെടുക്കണം ഈശോ. ശാല ചേച്ചിക്ക് ശക്തി കൊടുക്കണേ കർത്താവേ. ഡി ചേച്ചിയെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഈശോ. ഷായിച്ചേട്ടനെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മക്കളും ഈശോയെ, ബിക്കിയെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഈശോയെ. ഷാബുച്ചേട്ടനെ കുടുംബത്തെ, വസമ ചേച്ചിയെ കുടുംബത്തെ, ഏഞ്ചലിനെ ഈശോയെ ഓരോരുത്തരെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ. എല്ലാ മക്കളിലും വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാ ജീവിതങ്ങളെ ഏറ്റെടുക്കട്ടെ. ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മളെയൊക്കെ ശക്തിപ്പെടുത്താൻ. നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഡിനിയെ സമർപ്പിക്കാം. ഡിനിയുടെ ജോലി മേഖലകളിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം ഈശോയെ. കുഞ്ഞുങ്ങളെ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികളോട് പ്രാർത്ഥന ചോദിച്ചുള്ള അനേകം ജീവിതങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വന്ന് നിറയാൻ, എല്ലാവരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ആത്മാവിൻ്റെ സൗഖ്യമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ പ്രകാശിപ്പിക്കണേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിയന്ത്രിക്കണേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് പറയണം പരിശുദ്ധാത്മാവേ. അങ്ങ് ഞങ്ങളോട് ആജ്ഞാപിക്കണം പരിശുദ്ധാത്മാവേ. അവ അനുസരിക്കാൻ കൃപ തരണേ പരിശുദ്ധാത്മാവായ ദൈവമേ. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അവിടുന്ന് രാജാവായി മാറണമേ എന്ന് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവേ. ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുകയാണ്, അടിമയായിട്ട് സമർപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവേ. ഞങ്ങൾ വന്ന് നിറയണേ. പ്രിയപ്പെട്ട മക്കളെ, പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഈശോയുടെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളിലെല്ലാം നിറയട്ടെ. പഠന മേഖലകൾ മടുപ്പുന്നു. ചില മക്കൾ പഠിത്തം അവസാനിപ്പിച്ചിരിക്കാൻ, ഇനി പഠിക്കുന്നില്ലെന്ന് പറയുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് സുനിൽ അമേരിക്കയിൽ നിന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈശോയെ കരുണയാകണം. പഠിക്കാൻ ആഗ്രഹമില്ലാത്ത മക്കൾ, പഠിപ്പിൽ മടുപ്പ് തോന്നുന്ന മക്കൾ, പരിശുദ്ധാരൂപിയായ ദൈവമേ, അവിടെ എല്ലാ മക്കളിലും പ്രത്യേകിച്ച് 10ാം ക്ലാസ്, +2 പരീക്ഷ എഴുതുന്നവർ, GCSE, A-level എക്സാം എഴുതുന്ന മക്കൾ, മെഡിസിൻ്റെ എൻട്രൻസിന് വേണ്ടി പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, ഈശോയെ OET, CBT ഒക്കെ പരീക്ഷ എഴുതുന്ന മക്കൾ, OST പരീക്ഷ, IELTS പരീക്ഷ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, കർത്താവെ പ്രത്യേകമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളിലും അനുഗ്രഹം ഉണ്ടാവട്ടെ കർത്താവെ. ഈ സമയത്ത് അമ്മോനെ സമർപ്പിക്കുന്നു കർത്താവെ. കരുണയാകണേ അപ്പ. ഈശോയെ, വിസ നഷ്ടപ്പെട്ടു പോയവർ, വോയിസ് കിട്ടാത്ത മക്കൾ, ഈശോയെ അവരെല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കണേ അപ്പ. മദ്യപാനം ഉള്ള എല്ലാ ജീവിത പങ്കാളികളെ സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവെ, അലർജി രോഗം, ലങ് ക്യാൻസർ ഉള്ള മക്കൾ, ശ്വാസമുട്ടലുള്ള മക്കൾ, ഇവരെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു ഈശോയെ. വലിയ അനുഗ്രഹങ്ങൾ എല്ലാ മക്കളിലേക്കും ചൊരിയപ്പെടട്ടെ. ഈശോ നിറയട്ടെ, എല്ലാ മക്കളിലും നിറയട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ മക്കളിലേക്കും നിറയട്ടെ. എല്ലാ മക്കളിലും ബലമായി മാറട്ടെ. എല്ലാ മക്കളിലും ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ മക്കളിലും ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയുടെ സാന്നിധ്യം എല്ലാ മക്കളിലും ഉണ്ടാവട്ടെ. ഈശോയുടെ സാന്നിധ്യം എല്ലാ മക്കളിലും നിറയട്ടെ. ഈശോയുടെ സാന്നിധ്യം ഈശോയെ എല്ലാ മക്കളിലേക്കും ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവെ. രോഗികളായിട്ടുള്ള എല്ലാ മക്കളിലും ഈശോയുടെ വലിയ കൃപ നിറയട്ടെ. വലിയ ആശ്വാസം എല്ലാവർക്കും കിട്ടും. എല്ലാ മക്കളിലും ഈശോ നിറയാൻ നമുക്ക് ആഗ്രഹിച്ചു. കണ്ണുകൾ അടച്ച് ഈശോയുടെ കുരിശിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ആശ്വാസം തരണ ഈശോയെ ഏറ്റെടുക്കണേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണേ ഈശോയെ. തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ തള്ളിക്കളയല്ലേ ഈശോയെ. ആശ്വസിപ്പിക്കണേ കർത്താവേ. ആനി ഷെൻസിനെ സമർപ്പിച്ച് എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. വളർന്നിരിക്കുന്ന മനസ്സുകൾ ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവ് ഇന്ന് നടക്കാൻ പോകുന്ന ധ്യാനത്തെ സമർപ്പിക്കുന്ന കർത്താവ് 3 ദിവസങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണേ കേട്ടാ. കൂട്ടിക്കൊണ്ടുവരുന്ന എല്ലാ മക്കളിലും ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയെ ബാബു ജോർജിനെ സമർപ്പിക്കുന്ന കേട്ടാ. യേശുവേ, കരുണയാകണേ അപ്പാ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. യേശുവേ, എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണം ഈശോയെ. എല്ലാ മക്കളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. മനസ്സ് തകർന്നു പോയവരിലേക്ക് ഈശോയുടെ ശക്തി വ്യാപരിക്കട്ടെ.
ഈശോയുടെ ബലം ഉണ്ടാവട്ടെ. ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള വലിയ ശക്തി എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ. ഈശോയെ ഇറങ്ങി വരണേ ഈശോയെ. കർത്താവെ ജൂലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ ജിൽസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കരുണയാകണം ഈശോയെ. ഈശോയെ ചെങ്കടലിന്റെ മുന്നിൽ പതറുവതോ മനമേ, ചെങ്കടൽ നേരെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും. വഴികൾ തുറന്നു ഈശോ ഈ സമയത്ത് ജോമോൻ ടീറ്റിയെ സമർപ്പിക്കുന്നു. കർത്താവെ ജോലി കൊടുക്കണേ ഈശോ. കർത്താവെ ജോലി കൊടുക്കണേ ഈശോയെ. അടയാളങ്ങൾ ചെയ്യണേ കർത്താവെ. ഇരുട്ടി തപ്പി തടയുന്ന ജീവിതങ്ങളെ അവിടുന്ന് കൈനീട്ടി അനുഗ്രഹിക്കണേ അപ്പ. ലജ്ജിക്കാനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. രാജീവ് വിരോചനെ സമർപ്പിക്കുന്നപ്പ യേശുവെ ഈ സമയത്ത് ആ മക്കളെ പ്രത്യേക കുടുംബത്തെ വലിയ തകർച്ചയിലാണ് ഈശോയെ. കണ്ണുനീരിലാണ് ഈശോയെ. മക്കളില്ലാത്ത അജീഷിന് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ ഈശോയെ. തന്നെ അനുഗ്രഹിക്കണേ അപ്പ. ആൽഫ്രഡ് ഡിസൂസയെ സമർപ്പിക്കുന്ന കർത്താവെ, ചിക്കുവിനെ സമർപ്പിക്കുന്ന ഈശോയെ. കർത്താവെ കരുണയാകണം ഈശോയെ. ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ. യേശുവേ എൻ്റെ ഈശോയെ കൂട്ടായ്മയിലേക്ക് നിന്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ. മനമേ മരുഭൂമിയിലെ പൊരിവെയിലിൽ കരയുവതോ മനമേ, ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും. ഉറവയെ തുറന്നു തരും ഈശോയെ അമ്മു ജോർജിനെ സമർപ്പിക്കുന്ന കർത്താവെ, മനമേ ആകുലമോ വരുവേ. ഈശോയെ നിധിയായ സമർപ്പിക്കുന്ന കർത്താവെ, ആർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഈശോയെ ഓരോ മക്കളുടെ അടുക്കലേക്ക് ഇപ്പൊ ചെല്ലണേ അപ്പാ. കർത്താവെ ശാലു ജൈവിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്ന ഈശോയെ. ഈശോയെ ദിവസങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയവരെ ഓരോരുത്തരെ സമർപ്പിക്കുന്ന കർത്താവെ, എബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കാതറിലെ എബിനൊരു കുഞ്ഞുവാവെ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അഞ്ജനി മോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ മാനുവൽ മാത്യുവിനെ സമർപ്പിക്കുന്നപ്പ, ഷീന കെബിയെ സമർപ്പിക്കുന്നപ്പ, ഈശോയെ ജാസ്മിൻ ജോസിനെ സമർപ്പിക്കുന്നു ഈശോയെ. യേശുവേ ഓരോ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ അപ്പ. എല്ലാവരും ഈശോയ്ക്ക് സമർപ്പിക്കാൻ. ഷൈനി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇറങ്ങി വരണം ഈശോ എല്ലാ കുടുംബങ്ങളിലേക്ക്. ജോസിനെ സമർപ്പിക്കുന്ന ഈശോയെ. ജോയ്സ് മോളെ സമർപ്പിക്കുന്ന കർത്താവെ, കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. എല്ലാ മക്കളെ ഏറ്റെടുക്കണം ഈശോയെ. കുടുംബങ്ങളെ ഏറ്റെടുക്കണേപ്പാ. കണ്ണുകളിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവരെ സമർപ്പിക്കുന്നു ഈശോയെ. അൽഫോൻസ ജോസഫിനെ സമർപ്പിക്കുന്നപ്പ, ആൽഫ്രഡ് ഡിസൂസയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വയറുവേദന ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, എല്ലാ മക്കളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ, ഈശോയുടെ ശക്തി നിറയട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളെല്ലാം കണ്ണുകൾ അടച്ച് ഈശോയുടെ ചങ്കോട് ചേർന്നിരിക്കും. എനിക്ക് ആശ്വാസം തരണേ ഈശോയെ, എന്നെ ചേർത്ത് പിടിക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അനേകം ജീവിതങ്ങളെ ഞാൻ കണ്ടുമുട്ടുന്നു ഈശോയെ. ആശ്വാസം കൊടുക്കണം ഈശോയെ. കർത്താവെ, അവർക്കെല്ലാം വേണ്ടി അങ്ങ് പ്രവർത്തിക്കണം. അങ്ങ് അവരുടെ എല്ലാ ജീവിതങ്ങളിൽ ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വലിയ കുരിശിലേക്ക് എല്ലാ മക്കളെ സമർപ്പിച്ച്, പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഇന്ന് സസ്കറ്റൂണിൽ നടക്കുന്ന ധ്യാനത്തെ, ഇന്നോട്ട് 3 ദിവസം നടക്കുന്ന ധ്യാനത്തെ, ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെ, അങ്ങ് കൂട്ടിക്കൊണ്ട് വരുന്ന മക്കളെ, വരാൻ പറ്റുന്നവർ പറ്റാത്തവരെല്ലാവരെയും സമർപ്പിക്കുക. കാര്യച്ചനെയൊക്കെ സമർപ്പിക്കുകയാണ്. കർത്താവെ, എല്ലാ വ്യക്തികളെ ഇവിടെ നിന്ന് ഏറ്റെടുക്കണം ഈശോയെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ ധ്യാനത്തിനും നാളെ കഴിഞ്ഞും എല്ലാം നടക്കുന്ന ധ്യാനത്തെ സമർപ്പിക്കാം.
ഈശോയുടെ വലിയ കൃപ ഓരോരുത്തർക്കും ഉണ്ടാകും. ഈശോയുടെ ഒരു സ്നേഹം അനുഭവിക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പിങ്കി തോമസിന്റെ പ്രത്യേക നിയോഗത്തെ സമർപ്പിക്കാം. സ്മറിയ തോമസ് ക്രിസ്റ്റോയുടെ മക്കളെ ഓരോരുത്തരും അവരുടെ പഠന മേഖലകളെ ജോയെ പ്രത്യേകം സമർപ്പിക്കാം. സിനി സജിയെ സമർപ്പിക്കാം. ജീന മറിയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ജാസ്മിൻ ജോസിനെ സമർപ്പിക്കുന്ന കർത്താവെ യേശുവേ കരുണയാകണേ അപ്പ. ആൽവിനൊരു കുഞ്ഞുവാവയെ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ കരുണയാകണേ അപ്പ. ഈശോയെ എല്ലാവരും ഈശോയെ നിമ്മിക്കൊരു ജോലി കൊടുക്കണേ അപ്പ. കർത്താവെ കരുണയായിരിക്കണം. ഈശോ ഇറങ്ങി വരട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്കിവിടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവെ വഴി തുറന്നു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. റോജൻ തോമസിനെ സമർപ്പിക്കുന്നു കർത്താവെ. ലീയെ പ്രത്യേകം സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവെ ബിസിനസ് തകർന്നു പോയ ഒത്തിരി ജീവിതങ്ങൾ ഫിജോയെ പ്രത്യേകം സമർപ്പിക്കുന്നു. ലിൻസിമോൾ ലൂക്കോസിനെ സമർപ്പിക്കുന്നു ഈശോയെ. ഷിഞ്ചുവിനെ സമർപ്പിക്കുന്നു. ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയാകണേ ഈശോയെ, കരുണയാകണേ എന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ വലിയ കരുണയുണ്ടാകട്ടെ. ഓരോരുത്തരുടെയും ഈശോയുടെ കരുണയുണ്ടാവട്ടെ. ഈശോയെ ആനീഷ്യൻസിൻ്റെ കുടുംബത്തെ മക്കളെ ഓരോരുത്തരെ ഏൽപ്പിച്ചു തരുന്നു ഈശോയെ. ഈശോയെ കരുണയാകണേ. യേശുവേ കരുണയാകണേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. അമ്മേ മാതാവേ ജോമി വർഗീസിനെ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഷൈനി തോമസിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സണ്ണിൻ്റെ എ ലെവൽ എക്സാമിനെ സമർപ്പിക്കുന്ന ഈശോയെ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഈശോ എലിമിഷ അനിലിനെ സമർപ്പിക്കുന്നു. ഏടിനെ പ്രത്യേകം സമർപ്പിക്കുന്നു. രാജി ബിജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ ഇപ്പോഴും നയിക്കും. ആമേൻ. പരിശുദ്ധ മുഴുവൻ ഹൃദയത്തിലേക്ക് എല്ലാ മക്കളെല്ലാം ഈ യോഗങ്ങളെ കണ്ണുനീരുകളെ വേദനകളെയൊക്കെ കൊടുക്കാം. ഈശോ നിറഞ്ഞു നിറട്ടെ എല്ലാ മക്കളിലും. ഈശോ പറഞ്ഞില്ല ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ലെന്ന്. ആ വലിയ സാന്നിധ്യം വിശ്വാസം എല്ലാ മക്കളിലും ഉണ്ടാകേണ്ട യാന ചെറിയാനെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ ഫ്രൻസിയെ മാർട്ടിനെ സമർപ്പിക്കുന്നുണ്ട്. യാനെ ഷാജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ മക്കളുടെ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണം ഈശോയെ. കർത്താവെ ഏറ്റെടുക്കണം ഈശോയെ. സൗമി
ജോൺസണെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണം. ഈശോയെ എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാവട്ടെ. ഈശോ എല്ലാ മക്കളെയും തോരട്ടെ. ഈശോയെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും നിലവിളികൾ കേൾക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ കരുണയാകണേ, ഈശോയെ കരുണയാകണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ ഓരോരുത്തരെയും ഈശോയെ സുനോജനെ സമർപ്പിക്കുന്ന കർത്താവെ, സുനോജന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഈശോയുടെ പക്കലേക്ക് മിതുമോൾ ജോസഫിനെ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി മിതുമോളിന്റെ ബിസിനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലിബി സിജോയെ സമർപ്പിക്കുന്ന കർത്താവെ, കർത്താവ് ഈ കൂട്ടായ്മ മുഴുവൻ മോളി വർഗീസിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ എല്ലാ മക്കളെ ഏറ്റെടുക്കുന്ന ഈശോയെ, ബാബു ഫ്രാൻസിസ് ബെൻസിയെ സമർപ്പിക്കുന്ന കർത്താവെ, ബാബു ജോർജിനെ സമർപ്പിക്കുന്നു, ബിനുവിനെ കുടുംബത്തെ സമർപ്പിക്കുന്ന കർത്താവെ, കേൾക്കുന്ന ദൈവമേ ടോബി സ്റ്റാൻസിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഷിജു ജോർജിനെ, വത്സ ജോയിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഷെറിൻ കരോളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ കേൾക്കണം. ഈശോട് പറയാ നമ്മുടെ യാചന കേൾക്കണമേ എന്ന്, നിലവിളികൾ കേൾക്കണമേ എന്ന് ഈശോട് പ്രാർത്ഥിക്കാം. കാണുന്നിടുമ്പോ ഈശോട് പറയട്ടെ. എല്ലാ മക്കളും ഈശോയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കാണുന്നിടുമ്പോൾ ഏറ്റെടുക്കണം ഈശോയെ. ഈ കേൾക്കുന്ന ദൈവമേ ഈശോട് പറയാം നമ്മുടെ യാചനകൾ കേൾക്കണമേ, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കൂട്ടിരിക്കണമേ എന്ന് ഈശോട് പ്രാർത്ഥിക്കുക. ഈശോയെ എല്ലാ മക്കളുടെ സമീപത്തേക്ക് വരണ ഈശോയെ, കർത്താവെ എല്ലാ കുടുംബങ്ങളുടെ സമീപത്തേക്ക് വരണ ഈശോയെ, അനർത്ഥങ്ങൾ എടുത്തു മാറ്റണേ അപ്പ. സഭാനിയ 3:16 വചനം പറയുന്നു, ഇസ്രായേൽ ദൈവമായ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലും, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. കർത്താവെ കൂടെ വസിക്കണേ അപ്പ. എല്ലാ വേദനകളിൽ നിന്നും ഭയപ്പാടുകളിൽ നിന്നും ഈശോയെ നീ ഇറങ്ങി വരണേ അപ്പ. ശാപത്തിൽ നിന്നും യേശുവേ സിജോ അനൂപയെ സമർപ്പിക്കുന്നപ്പ. ശാപത്തിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. ഷിനു ബൈജുവിനെ സമർപ്പിക്കുന്ന കർത്താവേ, യേശുവേ വരേണമേ, ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ, വിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഈശോട് പറയാം നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. ഈശോട് പറയാം എൻ്റെ കൂടെ ആയിരിക്കണമേ, എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണേ, എൻ്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരണേ ഈശോയെ. കർത്താവെ എല്ലാ മക്കളെയും രോഗത്തിലായിരിക്കുന്നത്, ആശുപത്രിയിലായിരിക്കുന്നത് യേശുവേ ഏറ്റെടുക്കണേ കർത്താവേ, കരുണയാകണേ അപ്പാ. യേശുവേ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. എക്സാം എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, പഠിക്കാനുള്ള വലിയ കോൺസെൻട്രേഷൻ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ ഈശോയെ എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ. എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ ഈശോയെ. വേട്ടൻ രൂപതയെ സമർപ്പിക്കുന്ന കർത്താവെ, രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും മോചനമേകി നീ അനുഗ്രഹിക്കൂ. യേശുവേ രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും മോചന ഈശോയെ എന്നിൽ വന്നിടണേ, എൻ ഭാരമേറ്റിടുവാൻ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് എന്നിൽ വന്നിടണേ, എൻ ഭാരമേറ്റിടുവാൻ.
ഏറ്റെടുക്കണം ഈശോയെ. ഓരോ മക്കളിലേക്ക് ഈശോ നിറയട്ടെ. വളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താൻ നീ വരേണം. ഈശോയെ മോളി വർഗീസ് ദീന വെളുപ്പറമ്പിലെ സമർപ്പിക്കുന്നപ്പ ദൈവമേ എൻ യാചന കേൾക്കണമേ. നന്ദി ഈശോയെ, നന്ദി ഈശോയെ. കുടുംബങ്ങളെ ഏറ്റെടുക്കണേ അപ്പാ. എല്ലാ മക്കളുടെയും നിയോഗം കണ്ണുനീരുകളിലേക്ക് ഈശോ ഇറങ്ങി പോയി. ഈശോ നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ തള്ളിക്കളയില്ലെന്ന വിശ്വാസത്തോടെ കർത്താവേ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നപ്പ ഈശോയെ. ജോബി ജോർജിനെ സമർപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളോട് കൊടുക്കുകയാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മളെ തള്ളിക്കളയില്ല, നമ്മളെ ഏറ്റെടുക്കും. ഈശോ അതാ പറഞ്ഞു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ വലിയ കരുണ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കെല്ലാം നിറയപ്പെടും. നിങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിക്കണം. എൻ്റെ നിലവിളി കേൾക്കണേ. കർത്താവിൻ്റെ വചനമാണ് 65:24. നീ നിലവിളിച്ചാൽ ഞാൻ കേൾക്കും, നീ പ്രാർത്ഥിച്ചാൽ ഉത്തരം വരുള്ളൂ. കർത്താവെ അനുഗ്രഹിക്കണം. നമ്മുടെ ശുശ്രൂഷകളിൽ മിനി ചേച്ചിയുടെ കെവിന് വേണ്ടി പ്രാർത്ഥിച്ചു. കെവിന് ഈശോ നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിച്ച് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഈശോയുടെ കാര്യങ്ങളോട്ട് കൊടുക്കും. ഈശോയ്ക്ക് ഒന്ന് തൊട്ടാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളിങ്ങനെ ചങ്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ജോയിസ് എബിയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ആരോരുമില്ലാത്തവർ, ഒറ്റപ്പിള്ള നടുവിലായിരിക്കുന്നവർ, ഹൃദയം തകർന്നു പോയവർ, ആശ്വസിക്കാൻ ഒന്നുമില്ലാത്തവർ ഒക്കെ നമുക്ക് സമർപ്പിക്കാം. ഈശോ എല്ലാ ജീവിതങ്ങളിലും ഇറങ്ങി വരട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എനിക്ക് ധ്യാനത്തിലൊക്കെ പോകാനുള്ള സമയമായി വരുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു നന്മ നിറഞ്ഞു പറയും ഇവിടെ നടക്കുന്ന 3 ദിവസത്തെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സസ്കറ്റൂൺ ചർച്ചിലാണ് ധ്യാനം നടക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണ്ട. ജിയോ ജേക്കബിനെ സമർപ്പിക്കാം, അന്നയെ സമർപ്പിക്കാം, കുടുംബത്തെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം, ജെറിറ്റ് സണ്ണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണം ഈശോയെ. മനസ്സ് കലങ്ങിപ്പോയവരെ സമർപ്പിക്കുന്ന കർത്താവെ ഈശോയെ, ഓരോരുത്തരെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, തകർന്നു പോയ മക്കളെ ഏറ്റെടുക്കണേ ഈശോയെ. കർത്താവെ കൈനീട്ടി അനുഗ്രഹിക്കും. ലിജിന പ്രവീണിനെ സമർപ്പിക്കും. യേശുവെ കരുണയാക്കണേ അപ്പ. മഞ്ജു കുര്യാക്കോസിനെ സമർപ്പിക്കും. സ്മിത ഫെലിക്സിനെ സമർപ്പിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ അനുവദിച്ചാൽ നാളെ സമയം മാറിയാണെങ്കിലും ലൈവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നമുക്ക് ലൈവ് ചെയ്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണം. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ അനന്തയോഗ്യതയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഈശോ നമ്മുടെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കും. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോ നമ്മളെ ഏറ്റെടുക്കട്ടെ. എൻ്റെ പ്രാർത്ഥന ചോദിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.